നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റാങ്ക് മേക്കിംഗ് സീരീസ്, അതായത് ഈ വരുന്ന പോലീസ് ഡ്രൈവർ ആയാലും അതുപോലെ തന്നെ CPU ആയാലും ഇനി വരാൻ പോകുന്ന LDC ആയാലും LGS ആയാലും എല്ലാ എക്സാമുകൾക്കും ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസിൽ ഇമ്പോർട്ടൻസ് ഉള്ള മേഖലകൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമായി യൂറോപ്യന്മാർ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ചരിത്ര മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം കുറച്ച് നോക്കാൻ പോകുന്നത്. പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട. അപ്പം നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടകൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറോപ്യന്മാർ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. നോക്കാം, ഇന്ത്യയിൽ യൂറോപ്യർ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കോട്ടയാണ് ഇത്, ഈ പറയുന്ന മാനുവൽ കോട്ട. പഠിച്ചു വെക്കുക. എന്താണ് നമ്മൾ പറയുന്ന പോലെ, എന്താണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കോട്ടയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന മാനുവൽ കോട്ട എന്ന് പറയുന്നത്. നിർമ്മിച്ചത് അൽ ബുക്കർക്കാണ്. പേര് പഠിച്ചു വെക്കുക. പോർച്ചുഗീസുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഏതാണ്, അൽ ബുക്കർക്ക്. ഓക്കെ, പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽ ബുക്കർക്ക്. ആ പേര് പഠിച്ചു വെക്കുക. അൽ ബുക്കർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിർമ്മിച്ച വർഷം എന്നാണ് 1503 നിർമ്മിക്കപ്പെട്ടത്. 1663 ഡച്ചുകാർ ഈ കോട്ട എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് വന്നത്. അതിനുശേഷം വന്ന ആരാണ്, ഡച്ചുകാർ എന്ത് ചെയ്തു, 1663 മാനുവൽ കോട്ട എന്ത് ചെയ്തു, പിടിച്ചെടുത്തു, അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യർ ആദ്യമായി ഉണ്ടാക്കിയ കോട്ടയാണ് ഏതെന്ന് പറയുന്നത് മാനുവൽ കോട്ട. നിർമ്മിച്ചതാരാണ്, അൽബുക്കർക്കാണ്. 1503 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. ഓക്കെ, 1663 ഡച്ചുകാർ ഈ കോട്ട എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. ചോദ്യങ്ങൾ ഓർത്തിരിക്കാം. ചാലിയം കോട്ട കോഴിക്കോട് ജില്ലയിലാണ് ചാലിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ, ചാലിയം കോട്ട എവിടെയാണ്, കോഴിക്കോട് ജില്ലയിലാണ് ചാലിയം സ്ഥിതി ചെയ്യുന്നത്. മുല്ലമേൽ കോട്ട എന്നും ഇതറിയപ്പെടുന്നു. മുല്ലമേൽ കോട്ട എന്ന് ഇതറിയപ്പെടുന്നു. നിർമ്മിച്ചതാരാണ്, നുനോ ഡി കുൻഹയാണ്. നുനോ ഡി കുൻഹയാണ് ഇത് നിർമ്മിച്ചത്, ചാലിയം കോട്ട. നുനോ ഡി കുൻഹ, പേര് പഠിച്ചത് നുനോ ഡി കുൻഹയാണ്. ഇത് ചാലിയം കോട്ട. നേരത്തെ പഠിച്ച മാനുവൽ കോട്ടയാണ് ആരാണ്, ഈ പറയുന്ന നമ്മുടെ ആരാണ്, അൽബുക്കർക്കാണ്. അതൊന്ന് ഓർത്തിരിക്കുക, ആരാണ്, അൽബുക്കർക്കാണ്. ഓക്കെ, 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഇത് ചാലിയം കോട്ട കേട്ടോ. ലക്ഷ്യം മലബാർ കീഴടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 1571 പറങ്കിപ്പടയെ തോൽപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിമരക്കാർ ഏത് ചാലിയം കോട്ട തകർത്തു. അപ്പോൾ കുഞ്ഞാലിമരക്കാർ ഓർത്തിരിക്കുക, നമ്മൾ സിനിമയൊക്കെ കണ്ടതാണ്. കുഞ്ഞാലിമരക്കാർ ഏത് കോട്ട തകർത്തായിരുന്നു, ചാലിയം കോട്ട തകർത്തായിരുന്നു. അവസാനം സാമൂതിരിയും ആരുടെയാണ്, പോർച്ചുഗീസിനോട് ചേർന്ന് ആരെ വധിക്കും, നമ്മുടെ കുഞ്ഞാലിമരക്കാരെ വധിക്കും. അതൊക്കെ പഠിക്കാനുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ചാലിയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മുല്ലമേൽ കോട്ട എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. നിർമ്മിച്ചത് നുനോ ഡി കുൻഹയാണ്. നുനോ ഡി കുൻഹയാണ് ഇത് നിർമ്മിച്ചത്. 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ചത്. ആദ്യം പഠിച്ചത് ഏതാണ്, നമ്മൾ പഠിച്ചായിരുന്നു ഏതാണ്, ഈ പറയുന്ന നമ്മുടെ മാനുവൽ കോട്ട 1503 ഏകദേശം 1531 ഇത് ഈ പറയുന്ന പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മലബാർ കീഴടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരത് നിർമ്മിച്ചത്. 71 എന്ത് ചെയ്തു, കുഞ്ഞാലിമരയ്ക്ക് ഏത് തകർത്തു, ചാലിയം കോട്ട തകർക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അടുത്തതായി സെന്റ് ആഞ്ചലൂസ് കോട്ട. ഓക്കെ, പണി കഴിപ്പിച്ച വൈസ്രോയി ആരാണ്, ഫ്രാൻസിസ്കോ ഏതാണ്, ഡി അൽമേഡയാണ്. അപ്പൊ നേരത്തെ പഠിച്ച ആൾക്കാരെ പേര് ഓർത്തിരിക്കുക, അൽബുക്കർക്കിനെ ഓർത്തിരിക്കുക. ഇപ്പൊ ആരാണ്, ഈ പറയുന്ന പോലെ ആരാണ് നമ്മുടെ പേര് പഠിച്ചു വെക്കുക, എന്താണ്, ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. അൽബുക്കർക്കിനെ ഓർത്തിരിക്കുക, അൽമേഡയെ ഓർത്തിരിക്കുക. അതുപോലെ ഏതാണ്, നുനോ ഡി കുൻഹയും ഓർത്തിരിക്കുക. നുനോ ഡി കുൻഹയും ഓർത്തിരിക്കുക. 3 ആൾക്കാരെ പേര് ഓർത്തിരിക്കുക. ചാലിയം കോട്ട നുനോ ഡി കുൻഹയാണ്. നമ്മുടെ മാനുവൽ കോട്ട ആരാണ്, അൽബുക്കർക്കാണ്. ഇപ്പൊ പറയുന്ന ഏതാണ്, സെന്റ് ആഞ്ചലസ് കോട്ട ആരാണ്, ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, കണ്ണൂരാണ്. 1505 അപ്പോൾ 1503 നമ്മൾ ആദ്യം പഠിച്ച മാനുവൽ കോട്ട. ഇതെപ്പോഴാണ്, 1505 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കോട്ട പിടിച്ചെടുത്തപ്പോഴാണ് 1663 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തപ്പോഴാണ് 1790. കോട്ടയിൽ എന്താണ് പിന്നെ അങ്ങോട്ട് പിടിച്ചെടുത്ത് വരികയാണ് അല്ലേ. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചായി, പിന്നെ ആരായി, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ കോട്ട 1790 പിടിച്ചെടുത്തു. ഓക്കെ, ശരി. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരായിരുന്നു, വാൻഡ്രീഡ് ആണ്. പഠിച്ചു വെക്കുക, വാൻഡ്രീഡിന്റെ പേര് പഠിച്ചു വെക്കുക, എന്താണ്, വാൻഡ്രീഡ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ഡച്ചുകാരനാണ്. ഏതാണ്, ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇവിടെ കേരളത്തിലുള്ള എന്താണ്, ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്, ഹോർത്തു. ഒരുപാട് വാല്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്, വോളിയംസ് ആയിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, ആരാണ്, വാൻഡ്രീഡ് ആണ് കേട്ടോ. പേര് പഠിച്ചു വെക്കുക, ആരാണ്, വാൻഡ്രീഡ് ആണ്. ആ ഗവർണർ ആരായിരുന്നു, വാൻഡ്രീഡ് ആയിരുന്നു. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ യുദ്ധം ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ കുളച്ചിൽ യുദ്ധം 1741 കുളച്ചിൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്, ഓർത്തിരിക്കുക. ഓക്കെ, മാർത്താണ്ഡ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അത് ഏതാണ്, 1741 ഈ യുദ്ധം, ഈ പറയുന്ന കുളച്ചിൽ യുദ്ധം. നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ആര് പരാജയപ്പെട്ടു, ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ ലെത്തൻകാർ എന്ന് വിളിക്കാറുണ്ട്. ലെന്തക്കാർ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഡച്ചുകാരെ വിളിക്കാറുണ്ട്. പഠിച്ചിരിക്കുക, ലെന്തക്കാർ എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദ്യം വരാറാണ്, ഡച്ചുകാരെയാണ് ലെന്തക്കാർ എന്നും അറിയപ്പെടാറുള്ളത് കേട്ടോ.
ഓക്കെ, ഇവിടെ പറഞ്ഞു പോകാം. നമ്മുടെ നാട്ടിലെ ഔഷധങ്ങളെ പറ്റി പരാമർശിക്കുന്നതാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം. ഓക്കെ, അതാരാണ്? വാൻഡ്രീഡ് ആണ്. കച്ചവടം സംബന്ധിച്ച് തർക്കങ്ങളെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഡച്ചുകാരുമായി യുദ്ധം ചെയ്തു. പിന്നെ കുളച്ചൽ യുദ്ധം എപ്പോഴാണ്? 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് ഇത് കുളച്ചൽ യുദ്ധം. ഓക്കെ, പഠിച്ചു വയ്ക്കുക. ലെന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഡച്ചുകാരെയാണ് ലെന്തക്കാരെന്നും അറിയപ്പെടുക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു പോർച്ചുഗീസുകാരാണ് ഇവിടെ വന്നത്, ഇന്ത്യയിൽ ആദ്യമായി എത്തിയത്. ഡച്ചുകാരൻ്റെ വന്ന വർഷം എന്നാണ്? 1595. ഓക്കെ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് പോർച്ചുഗീസുകാർ വന്ന്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഈ വരുന്ന നമ്മുടെ ഡച്ചുകാർ വരുന്നത്. ഇവിടെ 1503 പോർച്ചുഗീസുകാർ ഇവിടെ ആദ്യം കോട്ട വരെ നിർമ്മിച്ചു. ഇതെപ്പോഴാണ്? 1595. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. 1602 ഇന്ത്യയിൽ എന്തുണ്ടായി? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പഠിച്ചു വെക്കുക, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡച്ച് ഇപ്പൊ നെതർലാൻഡാണ്. ഇപ്പൊ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് അല്ലെങ്കിൽ പണ്ടത്തെ ഡച്ച് എന്നറിയപ്പെടുന്ന ഏതാണ് രാജ്യങ്ങളാണ്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാരാണ്. ആദ്യം പോർച്ചുഗീസ്, പിന്നെ ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരെയാണ്? ഡച്ചുകാർ. പഠിച്ചു വെച്ചോ. രണ്ടാമത് വന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയത് ആരാണ്? ഡച്ചുകാരാണ്. ഇനി ജോഗ്രഫിയാണ് കേട്ടോ. ചരിത്രത്തിലെ ടോപ്പിക് കഴിഞ്ഞ് ഇനി ഏത് വരികയാണ്? ജോഗ്രഫി വരികയാണ്. ഭൂമിയുടെ ഘടന നമുക്കറിയാം. ഭൂമിയുടെ ഘടന നമുക്കറിയാം. ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഭൂമിയുടെ പാളികളെ തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭൂമിക്കടിയിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് തുറന്നു പോകാൻ ഒരു എന്തുണ്ട്? ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ചൂടും പ്രഷറും വിഷവാതങ്ങളൊക്കെ കൂടുതലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഭൂമിക്ക് അകത്തേക്ക് നേരിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റില്ല? വിവരം ശേഖരിക്കാൻ പറ്റത്തില്ല. ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന എന്താണ് സീസ്മിക് വേവ്സിനെ പറ്റി പഠിച്ചും ഈ പറയുന്ന മീറ്റിയോസ് എന്താണ് പുറത്തുനിന്ന് വരുന്ന ഉൽക്കകളെ പറ്റി പഠിച്ചൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഘടന നമ്മൾ അല്ലെങ്കിൽ പാളികൾ തിരിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കാം. ഏറ്റവും പുറത്താണ് എന്താണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ എന്തുണ്ട്? മാൻഡിൽ ഉണ്ട്. അതിന്റെ താഴെ എന്തുണ്ട്? പുറംകാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ ഉണ്ട്. അല്ലെങ്കിൽ അകത്ത് എന്തുണ്ട്? ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പുണ്ട്. ഞാൻ നാലായിട്ട് എന്തിനു തിരിക്കുന്നു? നമ്മുടെ ഭൂമിയുടെ ലെയേഴ്സിനെ തിരിക്കുന്നു. ഭൂമിയുടെ ഘടന ഇങ്ങനെ നാലായിട്ട് തിരിക്കുന്നു. ഭൂവൽക്കം, മാൻഡിൽ, പുറംകാമ്പ്, അതുപോലെ എന്താണ് അകക്കാമ്പ് എന്നായിട്ട് തിരിക്കുന്നു. ഈ ഭൂവൽക്കം ക്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഇതെന്ന് പറയുന്നത് ഭൂവൽക്കം. ഏറ്റവും പുറമെയുള്ളതാണ് ഇത് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിലും ഭൂവൽക്കം അറിയപ്പെടുന്നു. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം പഠിച്ചു വെച്ചതാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ ഏതറിയപ്പെടുന്നു? ഭൂവൽക്കത്തെ അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കവും സമുദ്ര. നമുക്കറിയാം നമ്മുടെ ക്രസ്റ്റ് എടുത്താലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൻകര ഭൂവൽക്കവും ഉണ്ട്, ഇതുണ്ട്, സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ക്രസ്റ്റിൽ എന്തുണ്ട്? ഒരുപാട് ശിലകളും അതുപോലെ എന്തുകൊണ്ട്? ധാതുക്കളും ഉണ്ട്. വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് 60 കിലോമീറ്റർ. നമുക്കറിയാം നമ്മുടെ എന്താണ് വൻകരകളിൽ കോണ്ടിനൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് ഈ പറയുന്ന 60 കിലോമീറ്റർ ആണ് അതിന്റെ കനം. നമ്മുടെ ഈ പറയുന്ന വൻകര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. കടൽത്തറകളാണ് എത്രയേ ഉള്ളൂ? 20 ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഭൂമിയിൽ എന്താണ് ഈ പറയുന്ന ഡിപ്രഷൻസ് അല്ലെങ്കിൽ ഗർത്തങ്ങൾ ഉണ്ടായിരുന്നത്. ഗർത്തങ്ങളിൽ എന്താണ് വർഷങ്ങളോളം മഴ പെയ്താണ് ഇന്ന് കാണുന്ന ഓഷ്യൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ ഓൾറെഡി എന്താണ് ഗർത്തമാണ്, കുഴിയാണ് അല്ലെ. ഇത്ര വരത്തില്ല ഈ പറയുന്ന കോണ്ടിനെന്റിന്റെ എന്താണ് വൻകര ഭൂവൽക്കത്തിന് അത്രയും കട്ടി ഇറക്ക് വരത്തില്ല. ഈ പറയുന്ന സമുദ്ര ഭൂവൽക്കത്തിന് വരത്തില്ല. എത്രയേ ഉള്ളൂ? 20 കിലോമീറ്റർ മാത്രമേ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ശരി, കാമ്പിന്റെ രണ്ട് ഭാഗങ്ങൾ. കാമ്പിന് നമുക്ക് രണ്ട് ഭാഗം ഉണ്ടെന്ന്. പുറംകാമ്പുണ്ട്, അകംകാമ്പുണ്ട് അല്ലെ. ശരി, പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലായിരിക്കും, മോൾട്ടൺ സ്റ്റേജിലായിരിക്കും. ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉരുകിയ അവസ്ഥയിലായിരിക്കും, മോൾട്ടൺ സ്റ്റേജിലായിരിക്കും. ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. അപ്പൊ താഴോട്ട് പോകുന്നതോറും എന്താണ് ലേയേഴ്സ് കൂടി വരുന്നത് കൊണ്ട് തന്നെ പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. ഏറ്റവും ഭൂമിയുടെ അകത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ എന്താണ് ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്താണ് ഖരാവസ്ഥയിലായിരിക്കും, സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും. മറ്റത് എന്താണ് ഉരുകിയ അവസ്ഥയിലായിരിക്കും അല്ലെ. അകക്കാമ്പിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് എത്രയാണ്? 3400 കിലോമീറ്റർ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഭൂമി വരച്ചിട്ട് ഏതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അകക്കാമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലെയറായിട്ട് ഇങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഏതാണ് ഇന്നർ കോർ എന്ന് പറയുന്നത് എത്ര അതാണ് വരുന്നത്? 3400 കിലോമീറ്റർ ആണ് ഇതിന്റെ എന്ന് പറയുന്നത് അകക്കാമ്പിന്റെ ഏകദേശ കനം. കട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 3400 കിലോമീറ്റർ ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഏതാണ് ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പിന്റെ ഏകദേശ കനം 3400 കിലോമീറ്റർ ആണ്. ഓക്കെ, അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? നിക്കലും ഇരുമ്പും കൊണ്ട് തന്നെയാണ്. അപ്പൊ നിക്കൽ എന്ന് പറഞ്ഞാൽ NI എന്നും അയൺ നമുക്ക് എന്താണല്ല ഈ പറയുന്ന ഫെറസ് എന്നും പറയുന്നത് നിഫ് അല്ലെ. അത് നമുക്ക് എന്താ പറയുക? നിഫ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നിഫ് എന്ന് പറയാം എന്താണ്? NiFe, നിക്കൽ പ്ലസ് ഇതാണ് അയൺ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അകക്കാമ്പ് ഇന്നർ കോറിൽ എന്തൊക്കെയുണ്ട്? നിക്കലും ഇരുമ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാനെ? നിഫ് എന്ന് വിളിക്കാം അല്ലെ. ശരി, മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർത്തി. അപ്പൊ മാൻഡിലും കാമ്പ് നമുക്കറിയാം. കോറിനെയും എന്തിനാ നമ്മൾ മാൻഡിലും നമ്മൾ വേർതിരിക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ. അപ്പൊ അതിന് അതിർത്തി വരെ വിളിക്കുന്ന പേരെന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഓക്കെ, ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അപ്പൊ നല്ല ചോദ്യമാണ്. എന്താണ് മാൻഡിലിന്റെയും കാമ്പിന്റെയും കോറിനെയും മാൻഡിലിനെയും നമ്മൾ എന്താണ് വേർതിരിക്കുന്ന വരമ്പിനെ എന്തെന്ന് വിളിക്കുന്നു?
ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് വിളിക്കുന്നത്. ഗുട്ടൻബർഗ് വിച്ഛിന്നത ഏതൊക്കെയാണ്? എല്ലാ ലെയറിനെയും ക്രസ്റ്റിനെയും മാന്റിനെയും തമ്മിൽ തിരിക്കുന്നതിനുണ്ട് ഇതുപോലെ വിച്ഛിന്നതയുണ്ട്. അതുപോലെ ഓരോ ലേസിനും തമ്മിൽ വേർതിരിക്കുന്നിടത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ വരമ്പുണ്ടായി വിളിക്കുന്ന പേര് വരെയൊക്കെയാണ്. ഇപ്പൊ പഠിക്കേണ്ട ഏതാണ്? മാന്റിലിന്റെയും ക്യാമ്പിന്റെയും അതിർത്തി വരമ്പിനെ എന്ത് വിളിക്കുന്നു? ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. പഠിച്ചു വെക്കാം. സിലിക്കൺ, അലുമിനിയം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം എന്നറിയപ്പെടുന്നു. സിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വൻകരയാണ് കേട്ടോ. നമ്മൾ ഇതാണ് വൻകര, നമ്മുടെ ക്രസ്റ്റിലെ വൻകര എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ക്രസ്റ്റ് പഠിച്ചാണ്, ക്രസ്റ്റിൽ വൻകരയും ഉണ്ട്. അതുപോലെ എന്തുകൊണ്ട്? ഈ പറയുന്ന സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് വരും, സമുദ്ര ഭൂവൽക്കം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്രസ്റ്റില് ഇതാണ് നമ്മുടെ വൻകര വരുന്നത്. എന്താണ്? ഏതൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കണും അലുമിനിയം. അലുമിനിയം എന്താണ്? അതുപോലെ AL അല്ലെ, സിയാൽ എന്ന് വിളിക്കാനൊക്കെ നമുക്ക് സിയാൽ എന്ന് വിളിക്കാം. നേരത്തെ ഈ പറഞ്ഞ പോലെ എന്താണോ മിനറൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റൽസ് ആണോ ഏതൊക്കെയാണോ അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. ഇവിടെ എന്താണ്? സിലിക്കണും അലുമിനിയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ വൻകര ഭൂവൽക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാം? സിലിക്കൺ പ്ലസ് അലുമിനിയം സിയാൽ എന്ന് വിളിക്കാം. ഇനി സിലിക്കണും മെഗ്നീഷ്യം ആണ്. സിലിക്കണും മെഗ്നീഷ്യവും. അപ്പൊ സിലിക്കണും മെഗ്നീഷ്യവും ഈ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തിന് എന്ത് വിളിക്കാം? സിമ എന്ന് വിളിക്കാം അല്ലെ. എന്ത് വിളിക്കാം? സിമ എന്ന് വിളിക്കാം. സിയാലും സിമയും. അപ്പൊ നമ്മൾ പറയുന്നത് ക്രസ്റ്റിനെ പറ്റിയാണ്. കോറ് പഠിച്ചു കഴിഞ്ഞു. പറയുന്നതിനെ പറ്റിയാണ്, ഈ പറയുന്ന ക്രസ്റ്റിനെ പറ്റിയാണ്. ക്രസ്റ്റിന്റെ ഏതാണ്? ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം എന്നും അതുപോലെ തന്നെ ഇതിനായിട്ട് തിരിക്കുന്നുണ്ട് സമുദ്ര ഭൂവൽക്കം എന്നും തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വൻകര ഭൂവൽക്കം ഏതാണ്? സിയാലും ഈ പറയുന്ന ഏതാണ്? സമുദ്ര ഭൂവൽക്കം എന്തെന്ന് വിളിക്കുന്നു? സിമ എന്നും വിളിക്കുന്നു. പഠിച്ചു വെക്കാം. സിലിക്കൺ പ്ലസ് മെഗ്നീഷ്യം സിമയും സിലിക്കൺ പ്ലസ് അലുമിനിയം സിയാലുമാണ്. ഭൂവൽക്കവും മാന്റിലിന്റെ മുകളിലത്തെ ഭാഗവും ചേരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ. ഇത് നല്ല ചോദ്യമാണ്, പഠിച്ചു വെക്കുന്നതാണ്. ഭൂവൽക്കം, ക്രസ്റ്റ്, അതുപോലെ തന്നെ മാന്റിൽ, അപ്പർ മാന്റിലും ഉണ്ട്, ലോവർ മാന്റിലും ഉണ്ട്. അപ്പം ക്രസ്റ്റും അപ്പർ മാന്റിലും ചേരുന്ന ഭാഗം മൊത്തത്തിൽ എന്ത് വിളിക്കും? ക്രസ്റ്റും അപ്പർ മാന്റിലും ചേരുന്ന, അതായത് ഭൂവൽക്കും ക്രസ്റ്റ് മാന്റിലിന്റെ മുകളിലത്തെ ഭാഗം അപ്പർ മാന്റിൽ, ഇതും കൂടെ ചേർന്ന ഭാഗത്തെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാം. 100 കിലോമീറ്റർ ആണ്. എത്രയാണ്? 100 കിലോമീറ്റർ ആണ് ലിത്തോസ്ഫിയർ. പഠിച്ചു വെക്കുക. എന്താണ്? നമ്മുടെ ക്രസ്റ്റ് പ്ലസ് എന്താണ്? അപ്പർ മാന്റിൽ, ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗത്തെ എന്ത് വിളിക്കും? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എത്രയാണത്? 100 കിലോമീറ്റർ ആണ്. എത്രയാണ്? 100 കിലോമീറ്റർ. ഓക്കെ. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ആണ്. നല്ല ചോദ്യമാണ്. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഇതിനെയാണ്? ലിത്തോസ്ഫിയറിനെയാണ്. സ്ഥലമണ്ഡലം എന്നും ശിലാമണ്ഡലം എന്നും പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ലിത്തോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയറിന്റെ താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? അസ്തനോസ്ഫിയർ. തെറ്റിപ്പോ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ലിത്തോസ്ഫിയർ പഠിച്ചതേ ഉള്ളൂ. അടുത്ത പേര് എന്താണ്? അസ്തനോസ്ഫിയർ ആണ്. അതായത് ലിത്തോസ്ഫിയറിന്റെ താഴെയാണ്. അപ്പൊ ഇതാണ് ലോവർ മാന്റിലാണ് അല്ലെ. ലിത്തോസ്ഫിയറിന്റെ താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധ ദ്രാവക അവസ്ഥയിൽ, അതായത് നമ്മൾ ലേസ് തിരിക്കുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ട്? ലിത്തോസ്ഫിയർ നമുക്കറിയാം അപ്പർ മാന്റിലും ഏതും തമ്മിൽ ചേർന്നതാണ്, ക്രസ്റ്റും തമ്മിൽ ചേർന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ലിത്തോസ്ഫിയറിന്റെ താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് എന്ത് വിളിക്കാം? അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുക. ലാവയും മാഗ്മയൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന അസ്തനോസ്ഫിയറിലാണ്. അവിടെ നിന്നാണ് മുകളിലേക്ക് ഇത് വരുന്നത് കേട്ടോ. അതായത് ലിത്തോസ്ഫിയറിന്റെ താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധ ദ്രാവകാവസ്ഥ, സെമി മോൾട്ടൺ സ്റ്റേജിലാണ് എന്ത് കാണപ്പെടുന്നത്? അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. ഇവിടെ നിന്നാണ് മാഗ്മയൊക്കെ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. ഓക്കെ. ഇനി മാന്റിൽ. ഓക്കെ, മാന്റിലിനെ പറ്റി പറയുകയാണ്. ഇപ്പൊ പറഞ്ഞൊക്കെ മാന്റിലിനെ പറ്റി തന്നെയാണ്. ഭൂവൽക്കത്തിന് താഴെയായി, ക്രസ്റ്റിന് താഴെയായിട്ട് എന്തുണ്ട്? മാന്റിലുണ്ട്. ക്രസ്റ്റിന് താഴെയായിട്ട് എന്തുണ്ട്? മാന്റിലുണ്ട്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ, അതായത് ഭൂവൽക്കം കഴിഞ്ഞ് ക്രസ്റ്റ് കഴിഞ്ഞിട്ട് എത്രയാണ്? 2900 കിലോമീറ്റർ വരെ എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന നമ്മുടെ മാന്റിൽ ഉണ്ടായിരിക്കും. മാന്റിലിൽ 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അതായത് അപ്പർ മാന്റിൽ, ഉപരി മാന്റിലും, ലോവർ മാന്റിൽ ഏതാണ്? അധോ മാന്റിലും. നേരത്തെ നമ്മൾ പറഞ്ഞു മാന്റിലിനെയും കോറിനെയും തമ്മിൽ എന്താണ് അവിടെ വേർതിരിക്കുന്ന ഒരു അതിർത്തി വരമ്പിനെ പറ്റി പഠിച്ചതാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എന്തിനെ പറ്റി പഠിച്ചു? നമ്മൾ ഈ പറയുന്ന നമ്മുടെ മാന്റിലിനും കോറിനും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു അതിർത്തി വരമ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ് എന്തെന്നറിയപ്പെടുന്നു? മൊഹറോവിസിക് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. നേരത്തെ പഠിച്ചതിൽ ഇവിടെ എന്തുണ്ട്? ഒരു അതിർവരമ്പ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പഠിക്കുന്നത്. അത് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? മാന്റിലിനെയും ക്രസ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സിലിക്കൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഉപരിമാന്റിൽ, അപ്പർ മാന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് വെച്ചിട്ടാണ്? സിലിക്കൺ വെച്ചിട്ടാണ്. ഖരാവസ്ഥയിലാണ് ഏത് കാണപ്പെടുന്നത്? അപ്പർ മാന്റിൽ കാണപ്പെടുന്നത്. അപ്പർ മാന്റിൽ ഏതാണ്? ഖരാവസ്ഥയിലാണ്. നമ്മൾ പഠിച്ചാണ്. അപ്പർ മാന്റിലും ക്രസ്റ്റും കൂടെ, ഉപരിമണ്ഡലം ഏതൊക്കെയാണ്? നമ്മുടെ ഭൂവൽക്കവും ഉപരിമാന്റിലും കൂടെ ചേർന്നതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. അത് ഏതാണ്? നമുക്കറിയാം. നമ്മുടെ ഭൂമിയിലിരിക്കുന്ന മണ്ണും ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഏതാണ്? ഖരാവസ്ഥയിൽ തന്നെയല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിന്റെ താഴോട്ട് വരുമ്പോൾ അതിന്റെ താഴത്തെ ഭാഗത്താണ് ഏതെന്ന് പറയുന്നത്? ഉരുകിയ അവസ്ഥയിലിരിക്കുന്ന, മോൾട്ടൺ സ്റ്റേജിൽ ഇരിക്കുന്ന എന്താണ്? അർദ്ധ ഉരുകിയ അവസ്ഥ, അതാണ് ഇത് എസ്തനോസ്ഫിയർ. ഓക്കെ. ഇനി ക്യാമ്പിന് 2 ഭാഗമുണ്ട്. കാമ്പ് നമ്മൾ പഠിച്ചതാണ്. പുറംകാമ്പും ഉണ്ടായിരിക്കും, അകക്കാമ്പും ഉണ്ടായിരിക്കും. ഏതാണ്? കോറിന് പുറംകാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്.
നമ്മൾ പഠിച്ചാണ്. പുറംകാമ്പിലെ എന്താണ് അവസ്ഥ? ഉരുകിയ അവസ്ഥയിലായിരിക്കും. ഭൂമിയുടെ അകംകാം എന്തായിരിക്കും? ഖരാവസ്ഥയിലാണ്. നേരത്തെ പഠിച്ചാണ്. പ്രഷർ കൂടുതൽ കാരണം ഏറ്റവും അകത്ത എന്താണ്? ഇന്നക്കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഉരുകിയ അവസ്ഥയിൽ, ഖരാവസ്ഥ പറയുന്നതാണ് ഖരാവസ്ഥയിലായിരിക്കും. അകക്കാമ്പിന്റെ ഏകദേശ കനം എത്രയാണ്? 3600 നേരത്തെ പറഞ്ഞാണ്. നമ്മൾ ഈ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്, ഒന്നും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആ ടോപ്പിക് കഴിഞ്ഞു, ജോഗ്രഫി കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഹിസ്റ്ററിയിലോട്ട് വരികയാണ്. ഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ആദ്യത്തെ കുറച്ച് സത്യാഗ്രഹങ്ങളാണ് ചോദിക്കാം. ഗാന്ധി ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം അദ്ദേഹം എന്താണ് നയിച്ച കുറച്ച് സത്യാഗ്രഹങ്ങളാണ് പഠിക്കാനുള്ളത്. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത് ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ഒന്ന് പഠിച്ചു നോക്കിയ ഏതാണ്? ചമ്പാരൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചോദിക്കണമെന്നില്ല, എന്നാലും പഠിച്ചു നോക്കിയ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഗാന്ധി എന്താണ് ഇന്ത്യയിലെ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത് ചമ്പാരൻ. തിങ്കത്തിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. തിങ്കത്തിയ എന്ന് പറയുന്ന എന്താണ്? സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ഇത് ചമ്പാരൻ. അങ്ങനെയും ചോദിക്കാം. തിങ്കത്തിയ സമ്പ്രദായം ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കാം. ചമ്പാരനാണ്. കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20% ഭാഗത്ത് നീലം കൃഷി ചെയ്യണം. നമുക്കറിയാം ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ അറിയാലോ, ബ്രിട്ടീഷർ ഇവിടെ വന്നിട്ട് അവരുടെ എന്താണ് ഇൻഡസ്ട്രികൾക്ക് വേണ്ട സംഭവം ഏതായിരുന്നു? ഈ പറയുന്നത് നീലമാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഏത് കൃഷി ചെയ്യിപ്പിച്ചു? നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഭൂമിയുടെ ഇത്രയും ഭാഗം ഏത് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു? നീലം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? നീലം കൃഷി ചെയ്യുകയും ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തു? നീലം കൃഷി ചെയ്യിച്ചു. ഇന്ത്യ പിന്നെ അവരെന്ത് ചെയ്തു? റിവോൾട്ടൊക്കെ നടത്തിയെങ്കിലും അവസാനം ബ്രിട്ടീഷർ പോകുന്ന സമയത്ത് നമ്മുടെ എന്താണ് തനതായ ഇൻഡസ്ട്രികളൊക്കെ എന്ത് ചെയ്തു? നശിക്കുകയും നമ്മൾ എന്താണ് ദാരിദ്ര്യം മൂലം ഏകദേശം 1 കോടി ആൾക്കാരാണ് ഈ പറഞ്ഞ എന്താണ് ഇന്ത്യയിൽ മരിച്ചത്. 1 കോടി ആൾക്കാർ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ മരിച്ചത്. കാര്യം നമ്മുടെ ഇൻഡസ്ട്രികളൊക്കെ ആര് തകർത്തു? ബ്രിട്ടൻ തകർത്തു. അവരെന്ത് ലാസ്റ്റ് അവരെന്ത് കണ്ടുപിടിച്ചു? ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചു. അവർക്ക് എന്ത് വേണ്ടാതെയായി? നീലം അല്ലെങ്കിൽ ഇൻഡിഗോ വേണ്ടാതെയായി. ആ സമയത്ത് ആക്ച്വലി നമ്മൾ എന്താണ് ഇൻഡസ്ട്രികൾ മൊത്തം തകർന്നിരുന്നു. അവർക്ക് പിന്നെ എന്ത് വേണ്ട? നീലം വേണ്ടാതെയായി. ഓർത്തിരിക്കുന്നതാണ് കർഷകരുടെ തങ്ങളുടെ ഭൂമിയുടെ 20% ഭാഗം നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കത്തിയ സമ്പ്രദായം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ഓർത്തിരിക്കുക. രണ്ടാമത് ഗാന്ധി ഇന്ത്യയിൽ നയിച്ച സത്യാഗ്രഹമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. ഇതാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ്. അപ്പം ഈ പറയുന്ന എന്താണ് പ്ലേഗ് ഉണ്ടായ സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് എന്ത് കൊടുത്തിരുന്നു? പ്ലേഗ് ബോണസ് കൊടുത്തിരുന്നു. അത് നിർത്തലാക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സമരം. ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം? പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് ഇത് ഈ പറയുന്ന അഹമ്മദാബാദ് മിൽ സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മിൽ ഉടമകൾ എന്ത് ചെയ്തു? ആവശ്യം അംഗീകരിച്ചു. സക്സസ് ആയിരുന്നു കേട്ടോ. അനസൂയ സാരാഭായി ആണ് അഹമ്മദാബാദ് സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ്. ചോദിക്കാം ആരാണ്? അനസൂയ സാരാഭായി. പഠിച്ചു വെച്ചു ആരാണ്? അനസൂയ സാരാഭായി ആണ് അഹമ്മദാബാദ് സമരത്തിൽ ഗാന്ധിയെ എന്താണ് അനുഗമിച്ച വനിതാ നേതാവ്. അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹം അടുത്ത മൂന്നാമത്തെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ട് നയിച്ച മൂന്നാമത്തെ സത്യാഗ്രഹം അല്ലെങ്കിൽ ആദ്യത്തെ 3 സത്യാഗ്രഹങ്ങൾ വരുന്നതാണ് എന്ന് പറയുന്നത് ഖേദ സത്യാഗ്രഹം. 1918 ഇത് വരുന്ന ഖേദ കേട്ടോ. അഹമ്മദാബാദ് ഇപ്പൊ തന്നെയാണ് 1918 തന്നെയാണ്. ഓക്കെ, ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഇത് ഖേദ സത്യാഗ്രഹം. ഗുജറാത്തിലാണ് ഖേദ സത്യാഗ്രഹം. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? അവർ ഖേദ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു? ആരംഭിച്ചു. പ്രക്ഷോഭങ്ങളുടെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. അപ്പൊ അതും ഇതായിരുന്നു സക്സസ് ആയിരുന്നു ഏത് ഖേദ എന്ന് പറയുന്നതും. സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ് ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ. ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ് എന്ത് ചെയ്തത്? ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ. ഓക്കെ, ഇനി ഗ്രീൻ റെവല്യൂഷൻ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ. അതുപോലെ തന്നെ നമ്മുടെ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം അന്തരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചോദിക്കാം? അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? വില്യം ഗൗഡ് കേട്ടോ. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചാരാണ്? വില്യം ഗൗഡ് ആണ്. പഠിക്കുക, വില്യം ഗൗഡ് ആണ്. 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. നല്ല ചോദ്യം. 1944 മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. പഠിച്ചു വെക്കുക ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ചോദ്യം എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്നുള്ളത്. MS സ്വാമിനാഥൻ ഓപ്ഷൻ കാണും. എഴുതൽ ആരാണ്? നോർമൻ ബോർലോഗ് ആണ്.
1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച കൃഷിക്കാരനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നോർമൻ ബോർലോഗ്. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് ബോർലോഗ് അവാർഡ്. അപ്പൊ എന്താ പറയാ, അയാൾ കർഷകനായിരുന്നെങ്കിൽ കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തെ ഏത് അവാർഡ് നൽകും? ബോർലോഗ് അവാർഡ് നൽകും. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം ഇപ്പൊ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, PSC ഉണ്ടായിരുന്ന ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം ഏതാണ്? ഈ പറയുന്ന ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? ഗോതമ്പാണ്. അതും പഠിച്ചു വെക്കുന്നതാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? ഗോതമ്പാണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു പോവാം. കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് ഇത് ബോർലോഗ് അവാർഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? ഗോതമ്പാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അവിടെയാണ് നമ്മുടെ ഉത്തരം വരുന്ന ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ്. അതും പഠിച്ചു വയ്ക്കുക. വളരെ നല്ല ചോദ്യങ്ങളാണ്, തെറ്റിപ്പോകാം. PSC ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്ന മേഖലയാണ് ഈ പറഞ്ഞു പോകുന്നത്. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കാം. സാങ്കേതിക വിദ്യ, മികച്ച വിദ്യനങ്ങൾ, ജലസേചനം എന്നിവയുടെ പുരോഗതിക്ക് ഇന്ത്യയിലെ ഹരിത വിപ്ലവം കാരണമായി. ഓക്കെ, ഇതിനൊക്കെ എന്ത് കാരണമായി? ഹരിത വിപ്ലവം കാരണമായി. സാങ്കേതിക വിദ്യ, ടെക്നോളജി ഉപയോഗിച്ചു, നല്ല മികച്ച ഹൈ യീൽഡിംഗ് സീഡ്സ് ഉപയോഗിച്ചു. അതുപോലെ എന്താണ്? ജലസേചനം, ഇറിഗേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ മെച്ചപ്പെടാൻ ആര് കാരണമായി? ഗ്രീൻ റവല്യൂഷൻ കാരണമായി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യമാണ്. തട്ടിച്ചു വയ്ക്കുക, ആരായിരുന്നു? C. സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യം ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് ആരാണ്? MS സ്വാമിനാഥൻ. നമ്മുടെ MS സ്വാമിനാഥൻ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ്. ഓക്കെ, വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ്. അപ്പൊ ചോദിക്കാം, വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് നൽകുന്ന ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ആർക്ക് ലഭിച്ചു? അത് MS സ്വാമിനാഥന് ലഭിച്ചു. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് ഏതൊക്കെയാണ്? കല്യാൺ സോനയും സൊണാലികയും. രണ്ടും പഠിച്ചു വെക്കുക, ചോദിക്കാൻ നല്ല ചാൻസ് ആണ്. എന്താണ്? ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഹൈ യീൽഡിംഗ് സീഡാണ് ഏതൊക്കെയെന്ന്? ഗോതമ്പ് ഇനങ്ങളാണ് ഏതൊക്കെ? കല്യാൺ സോനയും അതുപോലെ സൊണാലികയും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനം ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ആ കാലത്തുണ്ടായിരുന്ന രണ്ടെണ്ണം നമ്മൾ പഠിച്ചു അല്ലേ? രണ്ടിനം ഏതാണ്? ഗോതമ്പ് ഇനങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷേ MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സർബതി ഏതാണ്? സർബതി സൊണോരാണ്. സർബതി സൊണോരാണ് എന്ന് പറയുന്നത്, സർബതി സൊണോറയാണ് എന്ന് പറയുന്നത് നമ്മുടെ MS സ്വാമിനാഥൻ വികസിപ്പിച്ച സർബതി സൊണോറയാണ് നമ്മുടെ ആരാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച എന്താണ്? ഹൈ യീൽഡിംഗ് സീഡ് എന്നാലും ഗോതമ്പിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് നേടിയ നാണ്യ വിള ഏതാണ്? ഫുഡ് ക്രോപ്പും ഉണ്ട്, ക്യാഷ് ക്രോപ്പും ഉണ്ട്. നാണ്യം എന്ന് വെച്ചാൽ എന്താണ്? ക്യാഷ് ക്രോപ്പ് ആണ്. ഏതാണ്? കരിമ്പാണ്. അപ്പൊ തെറ്റാം. നേരത്തെ പഠിച്ചതാണ് ഫുഡ്, ആഹാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏത്? വീറ്റ്, ഗോതമ്പ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഹരിത വിപ്ലവത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ്? നമ്മൾ പഠിച്ച പോലെ എന്താണ്? ഹരിത വിപ്ലവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ? ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ധാന്യം ഏതായിരുന്നു? ഗോതമ്പാണ്. അതിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ചതാണ് ഗോതമ്പാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച നാണ്യ വിള ഏതാണ്? ഫുഡ് ക്രോപ്പ് അല്ല, ക്യാഷ് ക്രോപ്പ് ഏതാണ്? കരിമ്പാണ്. പഠിച്ചു വെച്ചോ, നല്ല ചോദ്യമാണ്, തെറ്റാൻ ചാൻസ് ഉണ്ട്, റാങ്ക് മേക്ക് ചെയ്യാം. ഏതാണ്? കരിമ്പാണ്. പഠിച്ചു വെച്ചോ, കരിമ്പാണ്. ഓക്കെ, MS സ്വാമിനാഥൻ രചിച്ച കൃതികൾ ഏതൊക്കെയാണ്? ചോദിക്കാം. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ. പഠിച്ചു വെച്ചു. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. നല്ലതാണ്. എന്താണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ? പഠിച്ചു വെക്കുക. വീറ്റ് റെവല്യൂഷൻ. ഈ മൂന്നെണ്ണം ആരുടെയാണ്? MS സ്വാമിനാഥന്റെ കൃതികളാണ്. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ ഈ പറയുന്ന ഫെയർമാൻ എക്സാമിനാണെന്ന് തോന്നുന്നു ബുക്കുകൾ എഴുതിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എഴുതിയതും പ്രസിഡന്റുമാർ എഴുതിയതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും ആരെഴുതിയെന്നുള്ള ചോദ്യം വന്നായിരുന്നു. അപ്പം ഇനിയും വരാം. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, വീറ്റ് റെവല്യൂഷൻ. ഇതൊക്കെ ആരുടെയാണ്? MS സ്വാമിനാഥന്റെയാണ്. ഓക്കെ, അടുത്ത നീതി ആയോഗമാണ് കേട്ടോ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ആരംഭിച്ചാണ് എന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ എന്താണ് അധ്യക്ഷൻ ആരെന്ന് ചോദിക്കാനാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇപ്പോഴാരാണ്? ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഉപാധ്യക്ഷന്മാരെ പറ്റിയാണ്. അപ്പൊ അധ്യക്ഷൻ ആര് തന്നെയാണ്? ഇവിടുത്തെ പ്രധാനമന്ത്രി ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് ഉപാധ്യക്ഷൻ. പ്രഥമ ഉപാധ്യക്ഷൻ, ആദ്യമായിട്ട് ഉപാധ്യക്ഷനായ വ്യക്തി ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഒക്കെ പഠിച്ചു വെച്ചു. എന്നാണ്? അരവിന്ദ് പനഗരിയാണ് പ്രഥമ ഉപാധ്യക്ഷൻ. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബെറിയാണ്. നല്ല ചോദ്യങ്ങളാണ്, രണ്ട് നല്ലതാണ്. ആദ്യത്തെ തന്നെ ചോദിച്ചാൽ ഇപ്പൊ അധികം ആയിട്ടില്ല, 2014 ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ എന്താണ്?
ആരാണ്? അരവിന്ദ് പനഗിരിയും അതുപോലെ തന്നെ ഇപ്പോൾ ആരാണ്? സുമൻ കെ ബെരിയാണ്. ഓക്കെ. നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ, നീതി ആയോഗിൽ നിന്നുണ്ട് മുഴുവൻ സമയ അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ് ഇപ്പോഴുള്ളത്? VK സാരസ്വത്, അതുപോലെ രമേശ് ചന്ദ്, അതുപോലെ ഡോക്ടർ VK പോൾ. ഇവർ 3 പേരും ഇപ്പോൾ ഇതിലാണ് നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങളാണ്. VK സാരസ്വത്, അതുപോലെ തന്നെ ആരൊക്കെയാണ്? ഈ പറഞ്ഞ രമേശ് ചന്ദ്, അതുപോലെ ആരും വരുന്നുണ്ട്? ഡോക്ടർ VK പോൾ. ഇവർ 3 പേരും എന്താണ്? നിലവിലെ മുഴുവൻ സമയ അംഗങ്ങളാണ്. നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങളാണ്. ഇനി പറയുന്ന ആരെയാണ്? നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ആരൊക്കെയാണ്? രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷാ വരുന്നുണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ആയാലും. പിന്നെ അമിത്ഷാ വരുന്നുണ്ട്, നിർമ്മല സീതാരാമൻ വരുന്നുണ്ട്, നരേന്ദ്ര സിംഗ് തോമർ. ഇവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരുന്നുണ്ട്. ഇത്രയും ഇതിൽ വരുന്നതാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കറണ്ട് അഫേഴ്സിൽ വരാം. എന്ത് ചെയ്യാം? ഒരു ചോദ്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും കോൺസ്റ്റിറ്റ്യൂഷൻ 6 അല്ലെങ്കിൽ 8 മാർക്കിന് എന്ത് കാണും? കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ പറ്റിയാണ്. വിശേഷണങ്ങൾ, രാഷ്ട്രീയ ജാതകം. കാര്യം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചിട്ടുണ്ട്? ഈ വരുന്ന ഇപ്പൊ കഴിഞ്ഞ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ജാതകം എന്നാണ്. KM മുൻഷി എന്ന് വിളിച്ചു, രാഷ്ട്രീയ ജാതകമാണെന്ന് വിളിച്ചു. ഐഡന്റിറ്റി കാർഡെന്ന് വിളിച്ച ആരാണ്? NA പൽക്കിവാലയാണ്. NA പൽക്കിവാലയാണെന്ന് വിളിച്ചത്. ഐഡന്റിറ്റി കാർഡെന്ന് വിളിച്ചത്. ഭരണഘടനയുടെ രത്ന ചുരുക്കം എന്ന് വിളിച്ച ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ എന്ന് വിളിച്ചു? ഭരണഘടനയുടെ രത്ന ചുരുക്കം എന്ന് വിളിച്ചു. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിളിച്ച ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിളിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ച ആരാണ്? ഇതാണ് ചോദിച്ചത്. താക്കൂർദാസ് ഭാർഗവ്. ഈ ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ്? താക്കൂർദാസ് ഭാർഗവ് ആണ്. ഓക്കെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ച ആരാണ്? താക്കൂർദാസ് ഭാർഗവ് ആണ്. ഒന്നുകൂടെ പറഞ്ഞു പോകാം. രാഷ്ട്രീയ ജാതകം KM മുൻഷിയാണ്. ഐഡന്റിറ്റി കാർഡ് ആരാണ്? NA പൽക്കിവാലയാണ്. NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ രത്ന ചുരുക്കം എന്ന് വിളിച്ച കീനോട്ട് എന്ന് വിളിച്ച ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ച ആരാണ്? താക്കൂർദാസ് ഭാർഗവ് ആണ്. പഠിച്ചു. ഇവിടെ താക്കോലാണ്, ഇവിടെ എന്താണ്? ഹൃദയമാണ്. ഹൃദയം ആരാണ്? താക്കൂർദാസിന്റെ ആണ്. ഓക്കെ. ഒരേ ഒരു തവണ മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിരിക്കുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. എത്രയാണ്? ഒരേ ഒരു തവണയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? അതാണ് ഭരണഘടനാ ഭേദഗതി കേട്ടോ. അത് പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് കിട്ടി. സോഷ്യലിസവും മതേതരത്വവും കൂട്ടിച്ചേർന്ന ഏതിലാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസവും മതേതരത്വവും എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. രാജ്യത്തിന്റെ ഐക്യം, ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്തു? എന്നത് മാറ്റി എന്ത് ചെയ്തു? ഈ പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആക്കി അല്ലേ. എന്താണ്? രാജ്യത്തിന്റെ ഐക്യവും യുണൈറ്റി എന്നും ഇന്റഗ്രിറ്റി 2 വാക്കുകൾ ചേർത്തു. രാജ്യത്തിന്റെ ഐക്യവും എന്നും അഖണ്ഡതയും. നേരത്തെ എന്തുകൊണ്ടായിരുന്നു? ഐക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യുണൈറ്റി മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചേർത്തു? ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാക്കല്ലേ. എന്താണ്? അഖണ്ഡതയും എന്ന ആക്കി മാറ്റി. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതെല്ലാം വരുന്ന ഏതിലാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ. ഓർത്തിരിക്കുക. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 2 പേര് പഠിച്ചു വയ്ക്കുക. ഇന്ദിരാഗാന്ധിയും അതുപോലെ ആരുമാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദും. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? 1949 നവംബർ 26. എന്നാണത് ഔദ്യോഗികമായി അംഗീകരിച്ചത് അല്ലെ. നിലവിൽ വന്നതല്ല. 1950 ജനുവരി 26 പക്ഷേ എന്താണ്? നവംബർ 26 എന്ത് ചെയ്തു? ഈ പറയുന്ന ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചു. നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ചു. അതാണ് ആ ഡേറ്റ് ആണ്. നവംബർ 26 അതിലുണ്ട്. ഓക്കെ. ഭരണഘടനാ ദിവസം എന്നറിയപ്പെടുന്നതും നവംബർ 26 തന്നെയാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നല്ല ചോദ്യമാണ്. നമ്മുടെ ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ. അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ പഠിച്ചാണ്. അമേരിക്കൻ റവല്യൂഷനൊക്കെ വരുമ്പോൾ എത്രയും 1700 കാലഘട്ടത്തിലാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ഇപ്പൊ എത്രയാണ്? നമ്മൾ 1950 നമുക്ക് എന്തുണ്ടായത്? നിലവിൽ വന്നത്? എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നല്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പല രാജ്യങ്ങളിൽ നിന്നും കടമെടുക്കേണ്ടി വരും. അപ്പൊ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? ആമുഖത്തെയാണ്. 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് പ്രമേയമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. എന്നാണ് 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത്. അന്നാണ് അംഗീകരിച്ചത് കേട്ടോ. എന്നാൽ അവതരിപ്പിച്ചതെന്നല്ല. അംഗീകരിച്ചതെന്നാണ്? ജനുവരി 22 അന്ന് അംഗീകരിച്ച ഏതാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്തായിട്ട് മാറി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറി. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പം ഒബ്ജക്റ്റീവ് പ്രമേയം അവതരിപ്പിച്ച ആരെന്ന് ചോദിക്കാം. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ അസംബ്ലിയുടെ മുൻപിൽ ജവഹർലാൽ നെഹ്റു ആമുഖം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13 അവതരിപ്പിച്ചത്. 13 അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 22. 47 ജനുവരി 22. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇന്ത്യൻ ഭരണഘടന രത്നം എന്നറിയപ്പെടുന്ന ഇത് തന്നെയാണ് ആമുഖം. ആമുഖം തന്നെയാണ് രത്നം എന്നറിയപ്പെടുന്നത്. ആമുഖത്തിൽ അനുശാസിക്കുന്ന ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം വരുന്നുണ്ട്, സമത്വം വരുന്നുണ്ട്, സാഹോദര്യം വരുന്നുണ്ട്, നീതി വരുന്നുണ്ട്. സ്വാതന്ത്ര്യം അറിയാം, ഫ്രീഡം എന്നറിയാം, സമത്വം ഇക്വാളിറ്റി ആണെന്നറിയാം, സാഹോദര്യം ഫ്രട്ടേണിറ്റി ആണെന്നറിയാം, നീതി എന്താണ്? ജസ്റ്റിസ് ആണെന്നറിയാം. ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമാണ് കേട്ടോ. ഇതൊക്കെ നടപ്പിലാക്കുകയാണ് ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്കുകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. സാഹോദര്യം, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരേ ഒരു തവണ മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം എന്ത് ചെയ്തിട്ടുള്ള ഭേദഗതി നമ്മൾ പഠിച്ചാണെന്നാണ് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇതൊക്കെ പഠിച്ചാണ് നമ്മൾ. ഓക്കെ, ഇനി ബേരുബാരി കേസ് നോക്കാം. എന്താണ് ബേരുബാരി കേസ് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്തിരുന്ന ബേരുബാരി ഒരു തർക്ക പ്രദേശമായി മാറി. ബേരുബാരി എന്തായിട്ട് മാറി? ഒരു തർക്ക പ്രദേശമായിട്ട് മാറി. ഇത് പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഫിറോസ് ഖാനും എന്ത് ചെയ്തു? 1958 ഒപ്പിട്ട നെഹ്റു നൂൺ ഉടമ്പടി എന്ത് ചെയ്തു? ഫിറോസ് ഖാൻ നൂണും എന്ത് ചെയ്തു? ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. അതിന്റെ പേരാണ് നെഹ്റു നൂൺ ഉടമ്പടി എന്ന് പറയുന്നത്. പ്രകാരം ബേരുബാരി ഇരു രാജ്യങ്ങൾക്കും തുല്യമായി വിഭജിക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഓക്കെ, അതാണ് ബേരുബാരി പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനെന്താണ് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന് വാദിക്കുന്നതിനെതിരായി ഇതിനെന്ത് സംഭവിക്കുന്നില്ല? ഇരു രാജ്യങ്ങൾക്കും തുല്യമായി വിഭജിക്കാമെന്ന് തീരുമാനമെടുത്തു. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല? ഇത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന വാദത്തിനെതിരായി ഇന്ത്യൻ സുപ്രീം കോടതി എന്താണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധി പുറപ്പെടുവിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എന്താണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസ് ഏതാണ്? ബേരുബാരി കേസാണ്. 1960 ബേരുബാരി കേസാണ്. ആമുഖം എന്തല്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്ന് വിധിച്ച കേസ് ഏതാണ്? ബേരുബാരി കേസാണ്. അടുത്ത നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 കാസർഗോഡ് ജില്ലയിലെ എട്നീർ മഠാധിപനായിരുന്ന ആരാണ്? കേശവാനന്ദ ഭാരതി 1969 കേരള ഗവൺമെന്റ് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്തു? കേസ് കൊടുത്തു. ഓക്കെ, കേശവാനന്ദ ഭാരതിയാണ്. ഈ കേസിൽ വിധിയിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് എന്ത് ചെയ്തു? സുപ്രീം കോടതി വിധിച്ചു. അപ്പൊ ആദ്യം അല്ല എന്ന് പറഞ്ഞ ഏതാണ്? ബേരുബാരിയാണ്. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അതൊരു പാർട്ടാണ് എന്ന് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. പഠിച്ചു വെക്കുക. 2, 3, 4 തവണ PSC ക്വസ്റ്റ്യൻ ഈ അടുത്ത കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് 2023 ഈ വരുന്ന 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏതാണ്? കേശവാനന്ദ ഭാരതി കേസോ അല്ലെങ്കിൽ ബേരുബാരി കേസോ അല്ലെങ്കിൽ LIC കേസോ എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖം ഭരണഘടനയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പറഞ്ഞ കേസ് ഏതാണ്? LIC കേസാണ്. അപ്പൊ ആമുഖം ഭരണഘടനയുടെ എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണെന്ന് പറഞ്ഞത് LIC ആണ്. ഏതാണ്? 1995 ആണ്. ഓക്കെ, പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ്? പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, പ്ലേഗ്, വില്ലൻ ചുമ, കുഷ്ഠം, ടെറ്റനീസ്, ആന്ത്രാക്സ്, സിഫിലിക്സ്, മെനിഞ്ചിറ്റിക്സ്, ട്രോക്കോമ, ഗണോറിയ, അതുപോലെ എന്താണ്? ബോട്ടുലിസം. ഇതൊക്കെ ഏതാണ്? പ്രധാന ബാക്ടീരിയൽ രോഗമാണ്. ഇത്രയും നിങ്ങൾ വായിച്ചിട്ട് പോകണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഇതാണ് ബാക്ടീരിയൽ രോഗങ്ങളാണ്. കാര്യം PSC ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് കഴിഞ്ഞ എക്സാമിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഏത് ചോദിക്കാറുണ്ട്? ഈ പറയുന്ന രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാനാണ്. ഈ പറയുന്നതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രധാന ബാക്ടീരിയൽ രോഗങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. പ്രധാന ദിനങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. ജനുവരി 30 എന്ന് പറയുന്നത് ലോക കുഷ്ഠരോഗ നിവാരണ ദിനമാണ്. ജനുവരി 30 എന്താണ്? ലോക കുഷ്ഠരോഗ നിവാരണ ദിനമാണ്. ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനമാണ്. ഓക്കെ, ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനമാണ്. 30 എന്താണ്? ലോക കുഷ്ഠരോഗ നിവാരണ ദിനമാണ്. മാർച്ച് 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനമാണ്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ള ഏതാണ്? മാർച്ച് 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനമാണ്. ഏപ്രിൽ ഏതാണ്? ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ഏപ്രിൽ 17 ഏതാണ്? ലോക ഹീമോഫീലിയ ദിനമാണ്. ഏപ്രിൽ 25 എന്താണ്? ലോക മലേറിയ ദിനമാണ്. മെയ് 12 എന്താണ്? ലോക നഴ്സസ് ദിനമാണ്. മെയ് 12 ലോക എന്താണ്? നഴ്സസ് ഡേ എന്ന് പറയുന്നത്. 31 എന്താണ്? പുകയില വിരുദ്ധ ദിനമാണ്. മെയ് 31 പുകയില വിരുദ്ധ ദിനവും. ജൂൺ 14 ലോക രക്തദാന ദിവസമാണ്. ഇത് എന്ത് ചെയ്യാം? പഠിക്കാം. PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ഒന്നുകൂടെ പറഞ്ഞു പോവാം. ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനവും. ഫെബ്രുവരി 4 ക്യാൻസർ ദിനവും. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനവും. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനവും. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനവും. ഏപ്രിൽ 25 എന്താണ്? ലോക മലേറിയ ദിനവും. മെയ് 12 ലോക നഴ്സസ് ദിനവും. മെയ് 31 എന്താണ്? പുകയില വിരുദ്ധ ദിനവും. ജൂൺ 14 എന്താണ്? ലോക രക്തദാന ദിനവുമാണ്. ഓർത്തിരിക്കുക. ഇനി പരിശോധനകൾ നോക്കാം കേട്ടോ. അതോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണ്? നിശാന്തത നമുക്കറിയാം. വൈറ്റമിൻ എയോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. അപ്പം ഏതാണ്? നിശാന്തത കണ്ടുപിടിക്കാൻ ഏത് ടെസ്റ്റ് ആണ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി സിഫിലിസിന് ഏതാണ്? VDRL ടെസ്റ്റ് അല്ലെങ്കിൽ ഏതാണ്? വാസർമാൻ ആണ്. രണ്ടും പഠിച്ചു. എന്താണ്?
ഈ പറയുന്ന സിഫിലിസ് രോഗമാണെന്നുണ്ടെങ്കിൽ VDRL ടെസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് വാസർമൻ ടെസ്റ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ക്ഷയമാണെങ്കിൽ ഏതാണ് നോക്കുന്നത്, മറ്റോക്കസ് ടെസ്റ്റ് ആണ് കേട്ടോ. മറ്റോക്കസ് ടെസ്റ്റ് ആണ് ഇതിൽ വരുന്ന ക്ഷയം. ഓക്കെ, ക്ഷയത്തിന് ഏതാണ് മറ്റോക്കസ് ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് ഏതാണ് വൈഡൽ ടെസ്റ്റ് ആണ്, പഠിച്ചു വെക്കുക. ടൈഫോയിഡ് ഏതാണ് വൈഡൽ ടെസ്റ്റ് ആണ്. PSCക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും എന്ത് ചെയ്യാം ചോദിക്കാം. ഏതാണ് ടൈഫോയിഡ് ഏതാണ് വൈഡൽ ടെസ്റ്റ് ആണ്. കുഷ്ഠം ഏതാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ലെപ്രോമിൻ ടെസ്റ്റ്. അപ്പോൾ ലെപ്രോമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് കുഷ്ഠവുമായി ബന്ധപ്പെട്ട് വരുന്നു. ഡിഫ്തീരിയ ഏതാണ് ഷിക് ടെസ്റ്റ് ആണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഏതാണ് ഷിക് ടെസ്റ്റ് ആണ്. മഞ്ഞപ്പിത്തം ഏതാണ് ബിലിറൂബിൻ ടെസ്റ്റ് ആണ്. മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ് ബിലിറൂബിൻ ടെസ്റ്റ് ആണ്. ഡെങ്കിപ്പനി ഏതാണ് ടൂർണിക്ക ടെസ്റ്റ് ആണ്. ടൂർണിക്ക ടെസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഉത്തേജക മരുന്നാണെങ്കിൽ ഇതാണ് ഡോപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ഡോപ്പിംഗ് ടെസ്റ്റ് ഇടയ്ക്ക് ഇവിടെയും കേട്ടിട്ടുണ്ടായിരിക്കും. ഡോപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് വരുന്നതാണ് ഉത്തേജക മരുന്നുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കുക. വളരെ നമുക്ക് ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താണ് സിലബസ് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നമുക്ക് എല്ലാ ടോപ്പിക്കിലും അത്യാവശ്യം എല്ലാ ടോപ്പിക്കിലും കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദ്യം വന്നാലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പീഡിൽ പോവാണ്, നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് പഠിച്ച് തന്നെ പോവാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റാങ്ക് മേക്കിംഗ് സീരീസ് പാർട്ട് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.